തൽക്കാലം വത്തിക്കാനിൽ നടന്ന പ്രധാന വാർത്താവിശേഷങ്ങളുമായി വത്തിക്കാൻ റിപ്പോർട്ട്. ഏവർക്കും സ്വാഗതം. ക്രിസ്തുവിൽ ആഴപ്പെട്ട ജീവിതം എന്തും ചെയ്യാൻ നമ്മെ പ്രാപ്തമാക്കുമെന്ന് ഓർമ്മിപ്പിച്ച് ലിയോ 14 പാപ്പ. വ്യത്യസ്ത സഭാ സമൂഹങ്ങളിൽപ്പെട്ട സന്യസ്തരുമായുള്ള ഒരു സദസ്സിൽ വെച്ചാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത്. സമർപ്പിതർ ഏറ്റവും ദുർബലമായവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങൾക്ക് പാപ്പ നന്ദി പറയുകയും ചെയ്തു. Bartimeo significa figlio di Timeo. Descrive quell'uomo attraverso una relazione, eppure lui è drammaticamente solo. Questo nome però potrebbe anche significare figlio dell'onore o dell'ammirazione, esattamente al contrario della situazione in cui si trova. Cosa possiamo fare quando ci troviamo in una situazione che sembra senza via d'uscita? Bartimeo ci insegna a fare appello alle risorse che ci portiamo dentro e che fanno parte di noi. Lui è un mendicante, sa chiedere, anzi può gridare. Se desideri veramente qualcosa, fai di tutto per poterlo raggiungere, anche quando gli altri ti rimproverano, ti umiliano, ti dicono di lasciar perdere. Sisters of the Order of the Saint Basil the Great, Doctors of Divine Charity, Augustinian Sisters of the Emperor, ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് ഓഫ് സേക്രഡ് ഹാർട്ട്സ് എന്നീ സഭാ സമൂഹങ്ങളിലെ സന്യസ്തർ രാവിലെ വത്തിക്കാൻ സന്ദർശിച്ചു. ആത്മീയ ജീവിതത്തിന്റെ മഹത്തായ മാതൃകകളായ വിശുദ്ധ അഗസ്റ്റിൻ, വിശുദ്ധ ബേസിൽ, വിശുദ്ധ ഫ്രാൻസിസ് എന്നിവരെ പാപ്പ അനുസ്മരിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ദൈവമാണെല്ലാം. നിങ്ങൾക്ക് വിശക്കുന്നെങ്കിൽ ദൈവം നിങ്ങളുടെ അപ്പമാണ്. നിങ്ങൾക്ക് ദാഹിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളുടെ വെള്ളമാണ്. നിങ്ങൾ ഇരുട്ടിലാണെങ്കിൽ ദൈവം നിങ്ങളുടെ വെളിച്ചമാണെന്നും പാപ്പ പറഞ്ഞു. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിന് നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കുവാനും അതുവഴി ദൈവത്തിന്റെ സമ്പൂർണ്ണതയിൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ എന്നും പാപ്പ തന്റെ സന്ദേശത്തിൽ വ്യക്തമാക്കി. റോമിലുണ്ടായ സ്ഫോടന ദുരന്തത്തിൽ ദുഃഖം രേഖപ്പെടുത്തി ലിയോ 14 പാപ്പ. റോം രൂപതയിൽപ്പെട്ട പ്രദേശത്തെ പെട്രോൾ പമ്പിൽ വെള്ളിയാഴ്ച വൻ സ്ഫോടനം നടക്കുകയും തീ പടരുകയും ചെയ്ത സംഭവത്തിൽ തന്റെ വേദന ട്വിറ്ററിലൂടെയാണ് പാപ്പ അറിയിച്ചത്. ഈ സ്ഫോടന ദുരന്തത്തിൽപ്പെട്ട എല്ലാവർക്കും വേണ്ടി താൻ പ്രാർത്ഥിക്കുന്നുവെന്നും ദാരുണമായ ഈ അപകടവുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങൾ താൻ ആശങ്കയോടെയാണ് നിരീക്ഷിക്കുന്നതെന്നും പാപ്പ തന്റെ എക്സ് സന്ദേശത്തിൽ കുറിച്ചു. വെള്ളിയാഴ്ച പ്രാദേശിക സമയം രാവിലെ 8 മണിക്ക് ശേഷമായിരുന്നു റോമിൽ സ്ഫോടനമുണ്ടായത്. അതിനിടെ ജൂലൈ മാസത്തെ ലിയോ 14 മാർപ്പാപ്പയുടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗം പ്രസിദ്ധീകരിച്ചു. ക്രിസ്തുവിൽ നിന്ന് നമ്മെ അകറ്റുന്ന എല്ലാം ഉപേക്ഷിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ലിയോ 14 മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. ക്രിസ്തുവിൽ നിന്നും സുവിശേഷത്തിൽ നിന്നും നമ്മെ അകറ്റുന്നതെല്ലാം നിരസിക്കാനും ജീവിത വഴികൾ തിരിച്ചറിയാനും കൂടുതൽ പഠിക്കാനും നമുക്ക് കഴിയട്ടെ. ഇതിനായി പ്രാർത്ഥിക്കണമെന്ന് ലിയോ 14 മാർപ്പാപ്പ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരോട് ആവശ്യപ്പെട്ടു. So that I may grasp what truly matters to you and free my heart from its troubles. I ask you for the grace to learn how to pause, to become aware of the way I act, of the feelings that dwell within me, and of the thoughts that overwhelm me, which so often I fail to notice. I long for my choices to lead me to the joy of the gospel, even if I must go through moments of doubt and fatigue, even if I must struggle, reflect, search, and begin again, because at the end of the journey, your consolation is the fruit of the right decision. Grant me a deeper understanding of what moves me,
so that I may reject what draws me away from Christ and love Him and serve Him more fully. Amen. വത്തിക്കാൻ ചത്തുരത്തിലെത്തിയ തീർത്ഥാടകർക്ക് കരകൗശല വിദഗ്ധർ ഒരുക്കിയത് നയന മനോഹര കാഴ്ചകൾ. സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് നയിക്കുന്ന പാതയായ വിയ ഡെല്ല കോൺസലൈസേഷനിലാണ് ഈ മനോഹര കാഴ്ച ഒരുക്കിയത്. യേശുവിന്റെയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധരുടെയും കലാസൃഷ്ടികളാണ് വിവിധ വർണ്ണങ്ങളിലായി കലാകാരന്മാർ ഒരുക്കിയിരിക്കുന്നത്. ഇറ്റലിയിലുടനീളമുള്ള കരകൗശല വിദഗ്ധരും സന്നദ്ധ പ്രവർത്തകരും ചേർന്നാണ് ഇതൊരുക്കിയത്. ഇറ്റാലിയൻ പട്ടണത്തിൽ കോർപ്പസ് ക്രിസ്റ്റി തിരുനാളിനോടനുബന്ധിച്ച് പട്ടണത്തിലെ വിവിധ തെരുവുകളിൽ പരവതാനികളും പൂക്കളും നിരവധി കലാസൃഷ്ടികളും ഒരുക്കാറുണ്ട്. ഇതിന് സമാനമായ വിധത്തിൽ ഇൻഫോറിറ്റ സ്റ്റോറിക്ക എന്ന പേരിൽ ഒരുക്കിയ വൈവിധ്യമാർന്ന വിവിധ രൂപങ്ങൾ അനേകർക്ക് സമ്മാനിച്ചത് നയന മനോഹര കാഴ്ചയായിരുന്നു. ഉണങ്ങിയ പുഷ്പദളങ്ങൾ, മരക്കഷ്ണങ്ങൾ, നിറമുള്ള മണൽ, ഉപ്പ്, പഞ്ചസാര, പ്രകൃതിദത്ത നിറങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് കലാസൃഷ്ടികൾ നിർമ്മിച്ചത്. ജൂൺ 28 ശനിയാഴ്ച വൈകുന്നേരം പുഷ്പകലാകാരന്മാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സംഘങ്ങൾ രാത്രി മുഴുവൻ നടത്തിയ തീവ്രമായ പരിശ്രമം ഞായറാഴ്ച രാവിലെ 9 മണിക്ക് അവസാനിപ്പിക്കുകയായിരുന്നു. രാവിലെ വിശുദ്ധ പത്രോസിന്റെയും പൗലോസിന്റെയും തിരുനാൾ ആഘോഷത്തിനെത്തിയ ആയിരക്കണക്കിന് തീർത്ഥാടകർക്ക് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്കുള്ള വീതിയിൽ കാത്തിരുന്നത് നയന മനോഹര കാഴ്ചകളായിരുന്നു. 1625 പേപ്പൽ ഫ്ലോറിസ്റ്റിന്റെ ഓഫീസിന്റെ തലവനായ ബെനഡിക്റ്റോ ഡിയോസ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പ്രവേശന കവാടം പൂക്കൾ കൊണ്ട് അലങ്കരിച്ച പാരമ്പര്യം സംരക്ഷിക്കുക എന്നതിന്റെ പിന്തുടർച്ചയായിട്ട് കൂടിയാണ് ഈ കലാസൃഷ്ടി ഒരുക്കിയത്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ മാർപ്പാപ്പ അധ്യക്ഷത വഹിക്കുന്ന പൊതുപരിപാടികളുടെ ലിസ്റ്റ് പുറത്തുവിട്ട് വത്തിക്കാൻ. ലിറ്റർജിക്കൽ സെലിബ്രേഷൻസ് ഓഫീസാണ് ഇത് സംബന്ധിച്ച കലണ്ടർ പുറത്തുവിട്ടത്. കാസിൽ ഗാൻഡോൾഫയിലെ പാപ്പയുടെ വേനൽക്കാല അവധിയും പ്രത്യാശയുടെ ജൂബിലിയും ഇതിൽ ഉൾപ്പെടുന്നു. ജൂലൈ 6 ഞായറാഴ്ച ഉച്ചകഴിഞ്ഞു മുതൽ ജൂലൈ 20 വരെ ലിയോ 14 മാർപ്പാപ്പ കാസിൽ ഗാൻഡോൾഫയിൽ തുടരും. ഓഗസ്റ്റ് 3 റോമിലെ ടോർ ബെർഗറ്റെ സർവകലാശാലയിൽ യുവജനങ്ങളുടെ ജൂബിലിയുടെ ഭാഗമായി 18-ാം ഞായറാഴ്ചയിലെ വിശുദ്ധ കുർബാനയ്ക്ക് പാപ്പ കാർമ്മികത്വം വഹിക്കും. ഓഗസ്റ്റ് 15 വത്തിക്കാനിൽ പാപ്പ ഉണ്ടായിരിക്കുമെങ്കിലും സ്വർഗാരോപണ തിരുനാൾ ദിനത്തിൽ കാസിൽ ഗാൻഡോൾഫയിലെ പൊന്തിഫിക്കൽ ഇടവകയിൽ ദിവ്യബലി അർപ്പിക്കും. സെപ്റ്റംബർ 7 ഞായറാഴ്ച സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ രാവിലെ 10 മണിക്ക് വിശുദ്ധ പദവി പ്രഖ്യാപന ചടങ്ങുകൾ നടക്കും. സെപ്റ്റംബർ 14 ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് സെന്റ് പോൾ ബസിലിക്കയിൽ രക്തസാക്ഷികളുടെ എക്യുമെനിക്കൽ അനുസ്മരണത്തിലും പാപ്പ പങ്കെടുക്കും. സെപ്റ്റംബർ 28 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ മതബോധന ജൂബിലി ആഘോഷത്തിനായുള്ള ദിവ്യബലിക്ക് പാപ്പ കാർമ്മികത്വം വഹിക്കുകയും ചെയ്യും. വത്തിക്കാനിലെ കോൺസ്റ്റന്റൈൻ ഹാൾ വീണ്ടും തുറന്നു. പതിറ്റാണ്ട് നീണ്ട പുനരുദ്ധാരണത്തിന് ശേഷമാണ് വത്തിക്കാനിലെ കോൺസ്റ്റന്റൈൻ ഹാൾ വീണ്ടും തുറന്നത്. ബിവില്യൻ പാലത്തിൽ വെച്ച് കോൺസ്റ്റന്റൈൻ മാർസിൻഡസിനെതിരെ നേടിയ വിജയത്തെ ഉൾക്കൊള്ളുന്ന ചിത്രങ്ങളാണ് കോൺസ്റ്റന്റൈൻ ഹാളിലുള്ളത്. 2015 ആരംഭിച്ചതാണ് പുനരുദ്ധാന പ്രവർത്തനങ്ങൾ. പെയിന്റിങ്ങുകൾ പഠിക്കുവാനും റാഫേൽ ഉപയോഗിച്ച സാങ്കേതിക വിദ്യകൾ തിരിച്ചറിയുവാനും പ്രൊജക്ടീൻ, ഇൻഫ്രാറെഡ് റീഫാക്ട്രോഗ്രഫി, അൾട്രാവയലറ്റ് ലൈറ്റും ഉൾപ്പെടെ വിപുലമായ ശാസ്ത്രീയ വിശകലനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. കോൺസ്റ്റന്റൈൻ ഹാൾ ഒരു സങ്കീർണ കലാരൂപം അടങ്ങിയിരിക്കുന്ന വത്തിക്കാന്റെ ഒരു ഭാഗമാണ്. കോൺസ്റ്റന്റൈൻ ഹാളിന്റെ പുനരുദ്ധാരണം അതിന്റെ കലാപരമായ പൈതൃകം സംരക്ഷിക്കുന്നതിൽ വത്തിക്കാൻ പ്രതിജ്ഞാബദ്ധമായ എന്നതിന്റെ തെളിവാണ് ഈ പുനരുദ്ധാരണം. രസതന്ത്രജ്ഞർ, എഞ്ചിനീയർമാർ, പൈതൃക വിദഗ്ധർ എന്നിവരുൾപ്പെടെയുള്ള വിദഗ്ധരുടെ ഒരു ടീമാണ് ഹാളിനെ അതിന്റെ യഥാർത്ഥ പ്രൗഢിയിലേക്ക് പുനഃസ്ഥാപിക്കാൻ ഒരുമിച്ച് പ്രവർത്തിച്ചത്.
ഫ്രാൻസിസ് പാപ്പയുടെ പ്രിയപ്പെട്ട ഇടയന് ആദരാഞ്ജലി അർപ്പിച്ച് ലിയോ 14 പാപ്പ. ഫ്രാൻസിസ് പാപ്പ ഏറ്റവും അടുപ്പം സൂക്ഷിച്ചിരുന്ന കർദിനാൾ ലൂയിസ് പാസ്കുലിന്റെ വേർപാടിലാണ് ലിയോ 14 പാപ്പ അനുശോചനം അറിയിച്ചത്. ബ്യൂണസ് അയേഴ്സിലെ ആർച്ച് ബിഷപ്പായി സേവനം ചെയ്ത കാലയളവ് മുതൽ ഫ്രാൻസിസ് പാപ്പ ലൂയിസ് പാസ്കുലുമായി സൗഹൃദം പുലർത്തിയിരുന്നു. കർദിനാൾ പാസ്കുലിന്റെ വേർപാടിൽ ദുഃഖിക്കുന്നു. അദ്ദേഹം അംഗമായിരുന്ന കപ്പൂച്ചൻ സമൂഹത്തിനും കർദിനാളിന്റെ കുടുംബാംഗങ്ങൾക്കും അതിരൂപതയിലെ വൈദികർക്കും സന്യസ്ത സമൂഹങ്ങൾക്കും അതിരൂപതയിലെ വിശ്വാസികൾക്കും ലിയോ പാപ്പ അനുശോചനം അറിയിക്കുന്നതായി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി അറിയിച്ചു. മണിക്കൂറോളം ദേവാലയത്തിലെ കുമ്പസാരക്കൂട്ടിൽ ചെലവഴിക്കുന്നതിന് യാതൊരു മടിയും കാണിക്കാത്ത വ്യക്തിയായിരുന്നു അദ്ദേഹം. ബ്യൂണസ് അയേഴ്സ് ആർച്ച് ബിഷപ്പിന് അയച്ച ടെലിഗ്രാം സന്ദേശത്തിലൂടെയാണ് ലിയോ 14 പാപ്പ അനുശോചനം അറിയിച്ചത്. ഫ്രാൻസിസ് പാപ്പ ഏറെ വിലമതിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു കർദിനാൾ ലൂയിസ് പാസ്കുലിൻ. ദീർഘനാളുകൾ കുമ്പസാരക്കാരനായും ആധ്യാത്മിക പിതാവുമായി സേവനമനുഷ്ഠിച്ചിരുന്ന അദ്ദേഹത്തിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്നും കർത്താവായ യേശു അദ്ദേഹത്തിന് മഹത്വത്തിന്റെ ഒളിമങ്ങാത്ത കിരീടം നൽകട്ടെ എന്നും പാപ്പ പ്രാർത്ഥിച്ചു. 2023 ജൂലൈ 9 ഫ്രാൻസിസ് പാപ്പയാണ് അന്ന് 96 വയസ്സുണ്ടായിരുന്ന ലൂയിസ് പാസ്കുലിനെ കർദിനാളായി നിയമിച്ചത്. ആരോഗ്യ പ്രശ്നങ്ങളും പ്രായത്തിന്റെ ബുദ്ധിമുട്ടുകളെയും തുടർന്ന് സെപ്റ്റംബർ 30 നടന്ന കൺസിസ്റ്ററിയിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. ഒക്ടോബർ 11 ബ്യൂണസ് അയേഴ്സിലെ കത്തീഡ്രലിൽ നടന്ന ചടങ്ങിൽ അർജന്റീനയിലെ അപ്പസ്തോലിക് ന്യൂൻഷോ ആർച്ച് ബിഷപ്പിൽ നിന്ന് അദ്ദേഹം കർദിനാൾ പദവി സ്വീകരിച്ചു. കുമ്പസാര കൂദാശയ്ക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ സമർപ്പണത്തെയും ത്യാഗത്തെയും ഫ്രാൻസിസ് പാപ്പ വിവിധ വേദികളിൽ അനുസ്മരിച്ചിരുന്നു. ലിയോ 14 പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി പോളണ്ട് പ്രസിഡന്റ്. പോളണ്ട് പ്രസിഡന്റ് ആൻഡ്രസ് ഡൂഡയാണ് വത്തിക്കാനിലെത്തി പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഡൂഡയുടെ പ്രസിഡന്റ് സ്ഥാനം 2025 ഓഗസ്റ്റിൽ ഔദ്യോഗികമായി അവസാനിക്കാനിരിക്കെയാണ് ഈ സന്ദർശനം. പ്രസിഡന്റ് പിന്നീട് സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിനുമായും കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹത്തിനോടൊപ്പം സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായും ബന്ധങ്ങളുടെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗിൽഗറും ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ നടന്ന സൗഹൃദപരമായ ചർച്ചകളിൽ പരിശുദ്ധ സിംഹാസനവും പോളണ്ടും തമ്മിലുള്ള ശക്തമായ ഉഭയകക്ഷി ബന്ധത്തിന് ഇരു കക്ഷികളും പരസ്പര വിലമതിപ്പ് പ്രകടിപ്പിച്ചുവെന്ന് ഹോളി സീ പ്രസ് ഓഫീസ് അറിയിച്ചു. രാജ്യത്തിന്റെ നിലവിലെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൈമാറാനുള്ള അവസരം കൂടിയായിരുന്നു ഈ കൂടിക്കാഴ്ച. അന്താരാഷ്ട്ര കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് കൂടിക്കാഴ്ച നടന്നത്. ഉക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിയതായി പ്രസ്താവനയിൽ പറയുന്നു. 2015 ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം 2020 വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. പോളിഷ് നിയമം തുടർച്ചയായി 2ൽ കൂടുതൽ തവണ പ്രസിഡന്റായി തുടരുന്നത് വിലക്കുന്നു. അതിനിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച നിയുക്ത പ്രസിഡന്റ് കരോൾ നവറോക്കി ഓഗസ്റ്റ് 6 സത്യപ്രതിജ്ഞ ചെയ്യും. ഉക്രൈനിൽ നിന്നുള്ള 300 കുട്ടികളുമായി കൂടിക്കാഴ്ച നടത്തി ലിയോ 14 പാപ്പ. വേനൽക്കാല ക്യാമ്പിൽ പങ്കെടുക്കുന്ന കുട്ടികളുമായി പോൾ 6 ഹാളിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിൽ യുദ്ധത്തിന്റെ കെടുതികളെക്കുറിച്ച് ലിയോ 14 പാപ്പ സംസാരിക്കുകയും ചെയ്തു. മറ്റുള്ളവർ എല്ലാം ആകുമ്പോൾ എന്നതാണ് ഈ വർഷത്തെ വേനൽക്കാല ക്യാമ്പിന്റെ പ്രമേയം. പരിശുദ്ധ സിംഹാസനം വത്തിക്കാൻ ജീവനക്കാരുടെ കുട്ടികളെ ലക്ഷ്യം വെച്ചുള്ള വേനൽക്കാല ക്യാമ്പിന്റെ 6ാമത്തെ ഘട്ടമാണിത്. പാപ്പ കുട്ടികളുമായി സംസാരിക്കുകയും കുട്ടികളുടെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്തു. കുട്ടികളുമായുള്ള സംഭാഷണത്തിനിടെ മാർപ്പാപ്പ തന്റെ ബാല്യകാല അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. യുദ്ധത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി ചെറുപ്പം മുതലേ സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും നിർമ്മാതാക്കളാകാൻ പഠിക്കേണ്ടത് ആവശ്യമാണെന്ന് പാപ്പ പറഞ്ഞു. യുദ്ധങ്ങളോ പോരാട്ടങ്ങളോ ഏർപ്പെടുന്നത് ഒഴിവാക്കണമെന്നും ഒരിക്കലും വിദ്വേഷമോ അസൂയയോ പ്രോത്സാഹിപ്പിക്കരുതെന്നും പാപ്പ കുട്ടികളെ ഉദ്ബോധിപ്പിച്ചു. ഇതോടെ ഈ ആഴ്ചയിലെ വത്തിക്കാൻ റിപ്പോർട്ട് പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണും വരെ നന്ദി.